ശബരിമല വിശേഷങ്ങൾ. ശരണമന്ത്രം അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ഇപ്പോൾ 100 ml അമൃത്വേണി ഹെയർ എലിക്സറിനോടൊപ്പം 295 രൂപയുടെ ഹെയർ ക്ലെൻസിംഗ് നെക്ടർ ഗിഫ്റ്റായി ലഭിക്കുന്നു. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം നടതുറപ്പ് മഹോത്സവം 2023 ഡിസംബർ 26 മുതൽ 2024 ജനുവരി 6 വരെ. കോക്കോ ടേസ്റ്റി കോക്കനട്ട് ഓയിൽ. സാറ്റിസ്ഫൈ യുവർ ടേസ്റ്റ്. മഴ മാറി നിന്ന കാലാവസ്ഥയിൽ സന്നിധാനത്ത് ഭക്തജന തിരക്കേറുന്നു. വലിയ നടപ്പന്തലിലടക്കം ഭക്തരുടെ നീണ്ട വരിയാണ് അനുഭവപ്പെടുന്നത്. പുല്ലുമേട് വഴിയും കൂടുതൽ ഭക്തർ സന്നിധാനത്ത് ദർശനത്തിനായി എത്തുന്നുണ്ട്. വൈകിട്ട് നട തുറന്നതിന് ശേഷം അയ്യപ്പ സന്നിധിയിലേക്ക് ഭക്തരുടെ ഒരു വലിയ തരത്തിലുള്ള ഒഴുക്ക് നമുക്ക് സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നു. ഇന്നലെ ശക്തമായ മഴയായിരുന്നു. അതുകൊണ്ട് ഈ സമയത്തൊന്നും വലിയൊരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇന്ന് മഴ മാറി നിൽക്കുന്നു. തെളിഞ്ഞ അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഭക്തർ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ നടപ്പന്തലിലും 18-ാം പടിക്ക് താഴെയുമടക്കം ഭക്തരുടെ വലിയ തിരക്ക് കാണാൻ കഴിയുന്നു. ഭക്തരെ ഇവിടെ ഘട്ടം ഘട്ടമായി തടഞ്ഞു നിർത്തിയാണ് 18-ാം പടി കയറാൻ പോലീസ് ഉദ്യോഗസ്ഥർ അനുവദിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു തിരക്ക് നമുക്ക് വലിയ നടപ്പന്തലിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതര സംസ്ഥാനത്ത് അടക്കമുള്ള ഭക്തർ കൂടുതലായി സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു കാഴ്ച. കൂടാതെ പുൽമേട് വഴിയും തീർത്ഥാടകർ കൂടുതലായി ഇവിടേക്ക് എത്തുന്നു. ദിവസവും ദിനംപ്രതി 5000-നടുത്ത് തീർത്ഥാടകരാണ് ഇപ്പോൾ പുൽമേട് വഴി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. പ്രധാനമായും പമ്പയിൽ നിന്നും നീലിമല വഴിയുള്ള യാത്ര അല്പം കഠിനമാണ്. കാരണം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പുൽമേട് വഴി തീർത്ഥാടകർ ഇപ്പോൾ പാത തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദിനംപ്രതി 5000-നടുത്ത് തീർത്ഥാടകർ ഇപ്പോൾ പുൽമേട് വഴി സന്നിധാനത്തേക്ക് എത്തുന്നു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഏകദേശം 1000-ഓളം തീർത്ഥാടകർ മാത്രമാണ് എത്തിയിരുന്നത്. ആ സ്ഥാനത്താണ് ഇപ്പോൾ 5000-നടുത്ത് തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ശബരിമലയിൽ ദർശന സമയം 1 മണിക്കൂർ വർദ്ധിപ്പിച്ചത് ഭക്തർക്ക് വലിയ അനുഗ്രഹമാകുന്നു. രാത്രി 11 മണിക്ക് നടയടയ്ക്കുന്നത് വരെ ഭക്തരുടെ വലിയ തിരക്കാണ് നമുക്ക് ശബരിമല സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. 1 മണിക്കൂർ തീർത്ഥാടകർക്ക് ദർശന സമയം വർദ്ധിപ്പിച്ചത് ആ സമയങ്ങളിൽ ഏകദേശം 4000-നും 5000-നും ഇടയ്ക്ക് കൂടുതൽ തീർത്ഥാടകർക്ക് ദർശനം ലഭിക്കാൻ ഇടയാകുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ദർശന സൗകര്യമൊരുക്കിയതും വലിയ അനുഗ്രഹമായി മാറുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അയ്യപ്പനെ അടുത്തു നിന്ന് കണ്ട് തൊഴുത് ദർശനം ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും മഴ മാറി നിന്ന തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ഇന്ന് ശബരിമല സന്നിധാനത്ത് ഭക്തരുടെ സാമാന്യം ഭേദപ്പെട്ട ഒരു വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സന്നിധാനത്തെത്തുന്ന കുട്ടികൾക്ക് സുഖദർശനം ഉറപ്പാക്കുന്നതിന് ദേവസ്വം ബോർഡ് ഒരുക്കിയ പ്രത്യേക ഗേറ്റ് സംവിധാനം ഹിറ്റാകുന്നു. പമ്പയിൽ നിന്നും മല കയറി തളർന്നു വരുന്ന കുട്ടികൾക്ക് ദർശനത്തിനായി പുതിയ സംവിധാനം സഹായകരമാണ്. നടപ്പന്തലിലെ 9-ാമത്തെ വരിയിലൂടെ എത്തുന്ന കൊച്ചയ്യപ്പന്മാർക്കും കുഞ്ഞു മാളികപ്പുറങ്ങൾക്കും പോലീസിന്റെ സഹായത്തോടെ 18-ാം പടി കയറി മുകളിലെത്തി ഫ്ലൈ ഓവർ ഒഴിവാക്കി ശ്രീകോവിലിന്റെ ഭാഗത്തായി സജ്ജീകരിച്ച കവാടത്തിലൂടെ അയ്യപ്പന്റെ മുന്നിലേക്ക് നേരിട്ടെത്താം. ദർശനത്തിനായുള്ള ആദ്യ നിരയിലാണ് ഇവർക്ക് സ്ഥാനം ലഭിക്കുക. കുട്ടികളെയും അവർക്കൊപ്പമുള്ള ഒരു രക്ഷകർത്താവിനെയുമാണ് ഇതുവഴി കടത്തിവിടുന്നത്. ഈ സംവിധാനം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ദേവസ്വം ഗാർഡുമാരും പോലീസും ഡ്യൂട്ടിക്കുണ്ട്. ഇന്നലെ രാവിലെ മുതൽ തന്നെ പുതിയ സംവിധാനം ഭക്തജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ടെന്നും രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഇതര സംസ്ഥാനക്കാർ വളരെ സന്തോഷത്തോടെയും ആശ്വാസത്തോടെയുമാണ് പുതിയ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയിലേക്ക് എത്തുന്ന കുട്ടികളുടെ എണ്ണം, കുഞ്ഞു മാളികപ്പുറങ്ങളുടെയും കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതാണ്. അമ്മമാരും കൂടുതലായി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നടപ്പന്തലിൽ പ്രത്യേക ക്യൂ ഉണ്ട്. 9-ാമത്തെ റോയിൽ പ്രത്യേക ക്യൂ ഉണ്ട്. 18-ാം പടി കയറി വരുമ്പോൾ അവർക്ക് തൊഴുവാൻ ഭഗവാന്റെ മുന്നിലേക്ക് എത്തുവാൻ ഒരു പ്രത്യേക സൗകര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്രത്യേക സൗകര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു. രാവിലെ മുതൽ അത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. പമ്പയിൽ നിന്ന് മല കയറിയ ശേഷം കുട്ടികളെയും കൊണ്ട് ദീർഘനേരം വരി നിൽക്കേണ്ട സാഹചര്യമാണ് ഒഴിവാക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പരമാവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന സർക്കാർ നിർദ്ദേശം ദേവസ്വം ബോർഡ് കർശനമായി നടപ്പാക്കുമെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. തകർത്തു പെയ്യുന്ന മഴയിലും ഭക്തർ ദർശനത്തിനായി എത്തുന്ന കാഴ്ചയായിരുന്നു സന്നിധാനത്ത് കഴിഞ്ഞ ദിവസം കണ്ടത്. ഞങ്ങളുടെ ക്യാമറമാൻ മിഥുൻ ചാത്തോത്ത് പകർത്തിയ ദൃശ്യങ്ങൾ കാണാം.